ഏത് മതത്തിൽപ്പെട്ട ആളും ഏത് വിശ്വാസത്തിൽപ്പെട്ട ആളും ഒരു വിശ്വാസമില്ലാത്തവനാണെങ്കിൽ പോലും ഈ ചോറ് ഭക്ഷണം നമ്മൾ കഴിക്കാൻ പോകുന്ന ദ്രവ്യം ഒരു 10, 15, 20 സെക്കൻഡ് നോക്കി നിൽക്കുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആവും. എല്ലാവർക്കും സംസാരിക്കുമ്പോൾ തന്നെ ആവും. ഈ സലൈവയിൽ 0.2% ടയാലിൻ എന്ന കോമ്പൗണ്ട് ഉണ്ട്. ആ സലൈവയോട് കൂടി ടയാലിൻ അകത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ ഡൈജസ്റ്റീവ് എൻസൈമുകൾ അമിലേസ്, ലിപ്പേസ്, പ്രോട്ടിയേസ് അതടങ്ങുന്ന ഡൈജസ്റ്റീവ് എൻസൈമുകൾ മുഴുവനും ആക്റ്റീവ് ആവുകയാണ്. ഭക്ഷണം വയറിലേക്ക് സ്റ്റൊമക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് സലൈവായും ഡൈജസ്റ്റീവ് എൻസൈമുകളും റെഡി ആയിരുന്നതിന് ശേഷമാണ് ചോറകത്തേക്ക് പോവുക. ഈ ഡുവോഡിനത്തിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ പ്രയാണമുണ്ട്, അത് ബ്ലോക്കാവാതിരിക്കാനും കിട്ടം വരാതിരിക്കാനും ചുവട്ടിൽ വീഴുന്ന ചോറ് മുതൽക്ക് ഡൈജഷൻ എളുപ്പത്തിൽ നടക്കാനും ഏത് പ്രാർത്ഥന വേണമെങ്കിലും, ഒരു പ്രാർത്ഥനയും വേണമെന്നില്ല, ചോറ് നോക്കിയിരുന്നാൽ മതി. പക്ഷേ ചോറ് നോക്കിയിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ ചോറ് നോക്കിയിരിക്കുന്ന വ്യക്തി വിചാരിക്കും ഇയാളെന്താ ചോറ് കണ്ടിട്ടില്ല, ഇയാൾ ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കണം എന്താ. അതിന് പകരം അതൊന്ന് നോക്കിയിട്ട് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർന്നോ ഒന്നുമില്ല, ഈശ്വര അന്നന്നത്തെ അപ്പം അന്നന്ന് തരയണമേ എന്ന് പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ആക്ടിവിറ്റിയും സ്പിരിച്വൽ ഓറിയൻറ്റേഷനും ലിങ്കേജും അതിന് കിട്ടുന്നു. അതാണ് യഥാർത്ഥത്തിലൊരു പ്യുവർ ബയോ കെമിസ്ട്രിയാണ് ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്.